ക്ഷേത്രത്തിലെ മന്ത്രങ്ങളും അവിടുത്തെ മണിനാദങ്ങളും വരുന്നത് നമ്മളുടെ ശരീരത്തിന് പകരം നമ്മുടെ മനസ്സിലേക്കാണ് ഇത് എടുക്കുന്നത്. അതായത് നമ്മളുടെ ചെവികളിൽ കൂടെ കയറി വരുന്ന 2 ചെവികളിൽ കൂടിയും കയറി വരുന്ന ആ ഫ്രീക്വൻസി നമ്മളെ ബ്രെയിനിലെത്തുമ്പോൾ അതിനെ 2 ചെവിയിൽ കൂടി വരുന്ന ശബ്ദത്തിനെ ഡിവൈഡ് ചെയ്തിട്ട് മൈനസ് ചെയ്തിട്ട് ടോട്ടൽ മൈനസ് ചെയ്തിട്ട് വരുന്ന ഒരു ഫ്രാക്ഷൻ ഓഫ് ഒരു ഫോർ എക്സാമ്പിൾ ഒരു 400 ഹെർട്സ് ആണ് ഇതിലെ ഒരു ചെവി കൂടെ കയറുന്നത്. മറ്റേ ചെവി കൂടെ 400 ഹെർട്സ് ആണ് കയറണമെന്നുണ്ടെങ്കിൽ 410 ഹെർട്സ് ആണ് കയറണമെന്നുണ്ടെങ്കിൽ അതിൽ ഈ 400 ഫുള്ളായിട്ട് കളഞ്ഞിട്ട് ബാലൻസ് വരുന്ന 10 എന്ന് പറയുന്ന ഹേർട്സിനെയാണ് ബ്രെയിൻ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബ്രെയിനിലേക്ക് കയറുന്നത് 10 ഹേർട്സ് ആയിരിക്കും വരെ. അപ്പോൾ 10 ഹേർട്സ് ബ്രെയിനിൽ വരുമ്പോൾ ബ്രെയിനിലുള്ള വോൾട്ടേജ് അത് സ്പ്ലിറ്റ് ചെയ്ത് പിങ്കളയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ട് വരുന്ന ആ ഒരു ചെറിയ മാക്രോ വൈബ്രേഷൻ അല്ലെങ്കിൽ ആ കറൻറ്റാണ് നമ്മളെ ശാന്തമാക്കുന്നത്. എല്ലാ നാഡീഞരമ്പുകളും നമുക്ക് 72,864 നാഡീഞരമ്പുകളാണുള്ളത്. ഈ നാഡീഞരമ്പുകളെ ശാന്തമാക്കണം. അത് വൈബ്രേറ്റ് ചെയ്യുന്നത് പല വോൾട്ടേജുകളിൽ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെ രണ്ടെണ്ണത്തിന് ഈക്വലൈസ് ചെയ്ത് പോണത് ഈ ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ആ ശാന്തമായിട്ട് മാറ്റുന്നത്. ഇപ്പം നമുക്ക് ശബ്ദം എന്ന് പറയുന്നത് പുറമേ കേൾക്കുന്ന ഡിസ്ട്രാക്റ്റഡ് സൗണ്ട് ഉണ്ട്, കൺസ്ട്രക്റ്റീവ് സൗണ്ടുകളുണ്ട്. കൺസ്ട്രക്റ്റീവ് സൗണ്ടുകളാണ് ഈ മണിനാദങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത്. മഴ, കിളികളുടെ ശബ്ദം, ഇതൊക്കെ കൺസ്ട്രക്റ്റീവ് സൗണ്ടിലാണ് വരുന്നത്. ഹോണടി, അങ്ങനെയുള്ള ബാഡ് വേർഡ്സ്, ഇതൊക്കെയാണ് ഡിസ്ട്രക്റ്റീവ് സൗണ്ടാണ് വരുന്നത്. പക്ഷേ ഈ ഡിസ്ട്രക്റ്റീവ് സൗണ്ട് നമ്മളെ വോൾട്ടേജിൽ ഫ്ലക്ച്വേഷനാണ് ഉണ്ടാക്കുക. പക്ഷേ കൺസ്ട്രക്റ്റീവ് സൗണ്ട് വോൾട്ടേജ് കറക്റ്റാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനെയും ശാന്താക്കി കൊടുക്കുന്നത്. മന്ത്രങ്ങളിലേക്ക് ഉണ്ടാവുന്ന വൈബ്രേഷൻ, അതായത് ഓരോ മന്ത്രത്തിനും പ്രത്യേക വൈബ്രേഷനുകളിലാണ്, അത് ചാൻറ്റിങ്ങിലാണ് വരുന്നത്. ഓരോ ചാൻറ്റിങ്ങിൽ വരുന്ന വൈബ്രേഷനിലും ഓരോ ഡിഫറൻസാണ് വരുന്നത്. ഓരോ ദേവിക്കുള്ള മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഓരോ ദേവതയ്ക്ക് ഉണ്ടാവുന്ന ഓരോ മന്ത്രങ്ങളും ഡിഫറെൻറ്റ് വൈബ്രേഷനിലാണ് വരുന്നത്. ഈ വൈബ്രേഷൻ മനസ്സിൻ്റെ ഓരോ ലെവലിലാണ് ഇത് എഫക്റ്റ് ചെയ്യുക. ഓരോ തലങ്ങളുണ്ട് ഇതിനകത്ത്. ആ തലങ്ങളിലാണ് ഇത് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഓരോ ഇപ്പോൾ ദേവി ദേവതകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റേഞ്ചുകളുണ്ട് ഇതിനകത്ത്. ആ റേഞ്ചിലാണ് ഈ മന്ത്രങ്ങൾ ഫീൽ ചെയ്യണത്. അത് ഇമോഷണലി ആയിട്ട് കണക്റ്റഡ് ആവും. നമ്മളുടെ ഇമോഷനായിട്ട് അത് കണക്റ്റഡ് ആവുമ്പോഴാണ് ആ ഒരു നമ്മൾക്ക് ആ ഒരു എന്താ പറയുക, ആ ഇമോഷൻ എക്സാക്ട്ലി നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സിനിമ കണ്ടു, അപ്പോൾ അതിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന ആൾ പോലും ചിലപ്പോൾ കരഞ്ഞു എന്ന് വരും. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫുൾ ഡിസ്ട്രാക്ഷൻസിനെ, അതായത് പുറമേയുള്ള ഡിസ്ട്രാക്ഷനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കോൺസെൻട്രേഷനിലേക്കാണ് വിടുന്നത്. അതായത് പുറമേ ലൈറ്റുകളൊന്നും ഇല്ലാതെ നമ്മൾ ആ ഫിലിമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കണ്ണും ചെവിയാണ് അതിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി വർക്ക് ചെയ്ത് വരുന്ന ടൈമിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അവിടെ ഇമോഷൻ അവിടെ ജനറേറ്റ് ആവണം. അത് അവർ ഉദ്ദേശിക്കുന്ന ഇമോഷൻ കൃത്യമായിട്ട് അവിടെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ചില ഇതിൽ ഒരു സിനിമ കേട്ടിട്ടുണ്ട് ഞാൻ, ദ പെർഫ്യൂം എന്ന് പറഞ്ഞിട്ട്. അതിൽ നമുക്ക് പെർഫ്യൂമിൻ്റെ സ്മെല്ല് വരെ വരുന്ന പറയണത് ആ ഫിലിം കണ്ടു കഴിഞ്ഞിട്ട്. അതുപോലെ നമ്മുടെ ഇമോഷനെ ഈ 2 സാധനം വെച്ചിട്ടാണ് ഇമോഷനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ബ്രെയിനിൽ. ഇപ്പോൾ ക്ഷേത്രം അടച്ചിരിക്കുന്ന സമയത്ത് ഈ മൂലമന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് അതിലുണ്ടാവുന്ന വൈബ്രേഷൻ ആ അകത്തളങ്ങളിൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് പുറത്തേക്ക് പോകാനുള്ള ഒരു സോഴ്സ് പോലും ഇല്ലാതെ അകത്തളങ്ങളിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശബ്ദം മുകളിലൂടെ അതിൻ്റെ ടോപ്പിലൂടെ മാത്രമാണ് അത് ഒരു ട്രാൻസ്മിറ്ററായിട്ടാണ് അത് വർക്ക് ചെയ്യുക. ആ ട്രാൻസ്മിറ്റ് ചെയ്യണത് നമ്മളുടെ ബ്രെയിനിലേക്കും ആ ട്രാൻസ്മിറ്റ് ചെയ്യണ ആ വൈബ്രേഷൻ വരുന്നുണ്ട്. അത് വരുന്നത് ലോ ഫ്രീക്വൻസിയിലാണ് അത് വരിക. ഹൈ ഫ്രീക്വൻസിയിൽ പോവില്ല. ലോ ഫ്രീക്വൻസിയിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസിയാണ് നമ്മുടെ ബ്രെയിൻ ഡയറക്റ്റ് ആക്സെപ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതിന് സഹായിക്കുന്നതാണ് നമ്മുടെ പീനിയൽ ഗ്ലാൻഡും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഈ പീനിയൽ ഗ്ലാൻഡിന് ഇത്രയും പ്രത്യേകതയായിട്ട് ആളുകൾ കൊണ്ടുവരുന്നത്, തേർഡ് ഐ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യും ശരിക്കും കൃത്യമായ രീതിയിൽ. സൗണ്ട് ഹീലിങ്ങിൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ബൗളുകൾ തേർഡ് ഐയിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് ചെയ്യുന്ന കുറേ
മെത്തേഡുകളുണ്ട് അതിൽ. അപ്പോൾ ഓരോ ഫ്രീക്വൻസികളും ആ ബ്രെയിൻ സെല്ലിനെ സിമുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ വോൾട്ടേജ് കറക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത് അതിൽ. മന്ത്രങ്ങൾക്ക് ഒരുപാട് ശക്തിയുണ്ട്. കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മന്ത്രങ്ങളും നമ്മളെ തന്നെയാണ് അത് ക്യാച്ച് ചെയ്യുക. അതായത് ഈ നമ്മളുടെ ഓറയിലാണ് ഈ ആദ്യം തന്നെ ഈ ശബ്ദം വന്ന് വൈബ്രേറ്റ് ചെയ്യുക. ഇപ്പോൾ ചില ആളുകൾ ഈ ദുർമന്ത്രവാദം അത് ഇതെന്നൊക്കെ പറഞ്ഞ് വരുന്നത് നമ്മളാദ്യം തന്നെ ഇവർ ഒരു പോയിൻ്റ് ചെയ്യണത്. ഇപ്പോൾ ഒരാൾ ഒരു മന്ത്രവാദം ചെയ്യുന്നു, അതിൽ ആ മന്ത്രവാദത്തിൽ ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ ഈ അനുഭവിക്കേണ്ട ആളുടെ പേരും ആ അഡ്രസ്സ് മാതിരി ഒരു പോയിൻ്റർ വെച്ചിട്ടാണ് മന്ത്രങ്ങൾ ജപിക്കുക. അപ്പോൾ ആ മന്ത്രം വരുന്ന സമയത്ത് അത് ഇയാളുടെ ഈ ഓറയിൽ വന്നിട്ട് വൈബ്രേറ്റ് ചെയ്യുമെന്നാണ് പറയണത്. ആ ഒരു വൈബ്രേഷൻ അത് നമുക്ക് ഏത് ലോകത്തിരുന്നായാലും അയാളുടെ ആ കൃത്യമായിട്ട് പോയിന്റിലേക്ക് വരും എന്നാണ് പറയണത്. അതിനുള്ള ശക്തി ഈ ശബ്ദത്തിനുണ്ട്. അത് അവിടെ വന്ന് നമ്മുടെ ഓറയിൽ വന്ന് അറ്റാച്ച് ആയിട്ട് അത് വൈബ്രേറ്റ് ചെയ്യും. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അത് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മളെ ഡീവിയേറ്റ് ചെയ്യും. അവിടെ ആ ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തുടങ്ങി അവർക്ക് പിന്നെയും പ്രശ്നങ്ങളായിട്ട് അവർ മാറി ഇങ്ങനെ ഓരോ പ്രശ്നം ടു അടുത്ത പ്രശ്നം അങ്ങനെ ഓരോ പ്രശ്നങ്ങളിൽ കൂടെ അവർ വരേണ്ടി വരികയാണ് ചെയ്യുന്നത്. കാരണം ഈ മന്ത്രം ഇവിടെ ഈ ഓറയ്ക്കകത്തിരുന്നിട്ട് വൈബ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അയാളുടെ. അങ്ങനെയാണ് ഈ ഒരു മന്ത്രം ചെയ്ത് ഒരാളെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി. അതല്ലാതെ അവർക്ക് ഡയറക്റ്റ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതിലൂടെയാണ് അത് വർക്ക് ചെയ്യണത്. ഇതിനെ സൗണ്ട് ഹീലിംഗ് എങ്ങനെ റിക്കവർ ചെയ്യിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ട് ഹീലിങ്ങിൽ ഈ ബാഡായിട്ട് ഈ ഓറയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന വോയിസ് അല്ലെങ്കിൽ സൗണ്ടിനെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും ബൗൾ വെച്ചിട്ട്. അതിനുള്ളൊരു മെത്തേഡ് ഇതിനകത്തുണ്ട്. ഈ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളിത് ടെർമിനേറ്റ് ചെയ്യും. എന്ത് ഓറയിൽ വന്നിരിക്കുന്ന ഏത് സൗണ്ടാണെന്നുണ്ടെങ്കിലും അതിനെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ അവർക്ക് ഒരുപാട് ആശ്വാസം കിട്ടും. പിന്നീട് ഈ മന്ത്രവാദം വെച്ചിട്ട് അയാൾക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളെ എഫക്റ്റ് ചെയ്യില്ല ഇത്.